When I was having financial crisis, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരിയുള്ള സമയത്ത് I got a job in the Sharjah airport. എത്ര പേർക്ക് അറിയാം? എത്ര പേർ കേട്ടിട്ടുണ്ട്? ഷാർജ എയർപോർട്ടിൽ I got a job as a legal manager. When I got the notice that I am going to get that job, I was crying to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്, കടങ്ങളുണ്ട്. ഈ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഒന്ന് കളഞ്ഞു തരണമേ, ഒന്ന് എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് കളഞ്ഞു തരണേ. My wife is complaining me, you have no money, why you are going to do the gospel? My mother is also speaking against me, why you have no burden about your family? എന്താ വീട്ടിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാത്ത, എന്താണ് എങ്ങനെയെങ്കിലും പോയൊരു ജോലി ചെയ്യണം. 4 ലക്ഷം രൂപ, ഇറ്റ് ഈസ് 4 lakh സാലറി ഇൻ ദ ഷാർജ എയർപോർട്ട്. ഐ ക്യാൻ കം എവറി ഡേ ബൈ ഫ്ലൈറ്റ് ടു ട്രിവാൻഡ്രം ഷാർജ. ഇവിടെ ആൾക്കാർ വേണാടിന് പോകുന്നത് പോലെ എനിക്ക് ഷാർജ ഫ്ലൈറ്റിൽ കയറി പോയി വരാം എന്നും. ഐ ലുക്ക്ഡ് ഇൻ ടു ദ റിവാർഡ്. ഞാൻ പ്രതിഫലം നോക്കി. എത്ര പേർക്ക് മനസ്സിലായി? സോ വാട്ട്, എന്താണ് പ്രതിഫലം? വലിയ ജോലിയല്ല, പിന്നെ എന്താണ്? ക്രിസ്തുവിന്റെ നിന്ന. The affliction of Christ, I looked into the reward and I counted that the affliction of Christ is the greatest wealth in this world. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ നിന്നയാണ്. അത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല കേട്ടോ. എല്ലാം പിടികിട്ടിയോന്ന് അറിയുന്നില്ല. പൈസ കൊടുത്താൽ ക്രിസ്തുവിന്റെ നിന്ന കിട്ടത്തില്ല. കുറച്ച് നിന്ന് തരാവുന്ന കിട്ടത്തില്ല. ഫിലിപ്പിയൻസ് 1:29 യു റീഡ്. ഇത് ഭയങ്കര മർമ്മമാണ് കേട്ടോ. നിങ്ങളുടെ പദവിയും ദൈവകൃപയൊന്നും നിങ്ങൾ കളയല്ലേ. അത് ദൈവം, ഇറ്റ് ഹാസ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് ദിസ് തിങ് ഇൻ യുവർ ലൈഫ്, നോട്ട് ഓൺലി ടു ബിലീവ് ഇൻ ജീസസ് but also to suffer for his sake. ഇതൊരു വരവാണ്. ഈ വരവെടുത്ത് കളയുന്നവനെ എന്താ പറയേണ്ടത്? ഇത് അവർക്ക് പറയത്തില്ല, ആ ബന്ധുവിന് മനസ്സിലാകത്തില്ല കേട്ടാ. ഇങ്ങനെയുള്ളവരൊന്നും വീട്ടിൽ കയറ്റില്ലേ. മനസ്സിലായോ? I never talk with such people who does not understand Bible, because they will say all the time negative things. ബൈബിളിൽ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ പറയുന്നവരുമായിട്ട് നമ്മൾ അധികം ഗ്യാപ്പ് ഇട്ട് നിന്നോണം. They will ruin our life. You hear what it is saying? It is a gift. ഒരു വരവാണ്. ക്രിസ്തുവിന്റെ നിന്നെന്ന് പറയുന്നത് ദൈവം സ്നേഹിച്ചെടുത്ത് സ്പൂണിൽ തരുന്ന ഒരു വരവാണ്. ഇത് ആര് കളഞ്ഞു കുളിക്കും? കണ്ണിൽ വെളിപ്പാടില്ലാത്തവ ഇത് കളഞ്ഞു കുളിക്കും. വല്ലതും പിടികിട്ടിയെന്ന് അറിയത്തില്ല. That's why Paul is saying, I have never been disobedient to the heavenly vision. അപ്പോസ്തല പ്രവൃത്തികൾ 26:19 എന്താ പറയുന്നത്? ഞാൻ സ്വർഗീയ ദർശനത്തിന് ഇതുവരെ അനുസരണക്കേട് കാണിച്ചില്ല. ദൈവം സ്പൂണും കൊണ്ട് പുറകെ വരികയാണ് വരത്തിന്. വെളിപ്പാടില്ലാത്ത ഓടിപ്പോവും, സന്തോഷമില്ല. ഇപ്പൊ ജോലിക്ക് പോയിന്ന് കേട്ടു, ഞാൻ ഇവിടെ 4 ലക്ഷം രൂപ ജോലി കളഞ്ഞു. Who wants this 4 lakh salary? എത്ര പേർക്ക് മനസ്സിലായി? God can give lakhs or crores within a blink of eye, because he is a powerful God. It is hidden inside that affliction of Christ is hidden your wealth and blessings. ക്രിസ്തുവിന്റെ നിന്നയ്ക്കകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ് എന്താണ്? നിങ്ങളുടെ അനുഗ്രഹം. ദൈവരാജ്യം എവിടെ വെച്ചിരിക്കുന്നു? വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. When I said my testimony to my fellow brothers, എൻ്റെ കൂടെ സ്നാനപ്പെട്ട ആൾക്കാരോടൊക്കെ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഐ വാസ് ബീയിങ് ഇൻ ദ ഡെവിൾസ് ഹൗസ് ഫോർ 1 year. ഞാൻ ഒരു യക്ഷിയായിട്ട് ഒരു കൊല്ലം ഒരു വീട്ടിൽ താമസിച്ചു. അറിയോ? So
Now I am in my house, there are many snakes. പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ. I am not bothered. This is a part of my life. മനസ്സില സന്തോഷമില്ല. അപ്പൊ എന്താണ് ഇത്? ഇതിന്റെ കൂടെയുള്ള ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ് ദൈവരാജ്യം. Whenever I want to go to a place, there God will provide everything for me. എനിക്കൊരു സ്ഥലത്ത് പോകണമെന്ന് ദൈവം ഹൃദയത്തിൽ ആഗ്രഹം തരുമ്പോൾ അവിടെ അതിനുള്ള പ്രൊവിഷനും ദൈവം തന്നിരിക്കും. അപ്പൊ ദൈവരാജ്യം എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ഹിഡൻ. അവർക്കത് അറിയത്തില്ല. അവരോട് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ നല്ല ഇതിൽ നിൽക്കുകയില്ലേ, ക്രിസ്തുവിൻ്റെ നിന്ന് കിട്ടിയ വലിയ ധനമായിട്ട്, പക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് അല്ലേ അങ്ങനെ പറയുന്നത്? അത് ദൈവം തന്നെ വെച്ചതാകും. ഒന്നുകൂടെ വായിച്ചേ, ഫിലിപ്പിയർ 1:29. ദൈവം തന്നെ വെച്ചതാകുന്നു. തട്ടിത്തെറിപ്പിക്കല്ലേ. കഷ്ടം അനുഭവിക്കാനും കൂടെ. എങ്ങനെയൊക്കെയാ കഷ്ടം വരുന്നത്? എന്താ കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു അടി അടിച്ചിട്ട് പോകുന്നതല്ല. വാട്ട് ഈസ് ദിസ് കഷ്ടം? എന്താണ് അഫ്ലിക്ഷൻ? എന്താണ്? ഇറ്റ് മേ ബി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. ഒന്നുകിൽ അതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. ഓർ ഇറ്റ് മേ ബി എ ഡിസോണർ. നമ്മളെ ഉള്ള മാന്യത കിട്ടാത്തതായിരിക്കും. പിടികിട്ടിയ ഈ കഷ്ടം എന്തെന്ന് തിരിച്ചറിയണം. മേ ബി ഇറ്റ് ഈസ് വിത്തൗട്ട് ഫുഡ്. ഭക്ഷണം ഇല്ലാതിരിക്കാനായിരിക്കും. ഐ വാസ് ഓൾസോ വിത്തൗട്ട് ഫുഡ് ഫോർ 21 days. ഞാനും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഐ കൗണ്ടഡ് ഇറ്റ് ആസ് എ അഫ്ലിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. Who is the richest and wealthiest and luckiest person in this world? ആരാണ് ഈ ലോകത്തിൽ ഏറ്റവും ധനവാനും സന്തോഷവാനും മിടുക്കനുമായ വ്യക്തി? ആരാണ്? ക്രിസ്തുവിന്റെ നിന്നയുള്ളവൻ. സോ മോസസ് ലുക്ക്ഡ് ഇൻടു ദ റിവാർഡ്. മോശ എന്ത് ചെയ്തു? പ്രതിഫലം നോക്കി. അവരെടുത്ത് ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇനി മേലെ എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരില്ലെന്ന് പറയണം കേട്ടോ. അതാരാണ്? അങ്ങനെയുള്ളവരെ അടുപ്പിക്കല്ലോ കേട്ടോ. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, നിങ്ങളുടെ അവസരം നിങ്ങൾ കളയല്ലേ. ഇത് എല്ലാവർക്കും കിട്ടത്തില്ല. When I was sharing my testimony, the fellow brothers say, let me also come and stay in that devil's house. ആ പിശാചിന്റെ ഭവനത്തിൽ ഞങ്ങളും കൂടെ വന്ന് താമസിക്കട്ടെ. No, I won't give my anointing to anyone. എൻ്റെ അഭിഷേകം ഞാൻ വേറൊരാൾ കൊടുക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം എനിക്ക് എന്ന അഭിഷേകം ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. അല്ല പിടികിട്ടിയെന്ന് അറിയത്തില്ല. So the anointing of the Lord is coming through your persecution. നിങ്ങളുടെ പ്രശ്നത്തിലൂടെയാണ് അഭിഷേകം വരുന്നത്. അത് കളഞ്ഞു വിളിക്കല്ലേ. അവിടെ ബ്രദർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ സങ്കടത്തിലിരുന്നപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ബ്രദർ വാസ് ടെല്ലിങ് when he was in misery, when he was in trial, he received Holy Spirit. അപ്പോൾ ചിലർക്ക് എന്താ കിട്ടാത്തത്? അവർ പഴയ പ്രാർത്ഥന വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. You have to change. So I am going to pray for എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. So you should change. നിങ്ങൾ മാറിയിരിക്കണം. ഇന്ന് കണ്ട മിസ്രൈമരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല,